2013 സ്റ്റാർട്ട് ചെയ്തത് ബേസിക്കലി. 2013 ജൂൺ അല്ലേ? 12 ബാൻഡ്, വേറൊരു ബാൻഡായിരുന്നു. അപ്പോൾ അത് ഡിസ്ബാൻഡായി. പിന്നെ ഞങ്ങൾ തന്നെ റീയൂണിയൻ ആയി. ഡിസ്ബാൻഡ് ആയ ബാൻഡിന്റെ പേരെന്തായിരുന്നു? ആ ബാൻഡിന്റെ പേര് 7mm. ഓക്കെ. അന്നേരം ഏത് ജോണറായിരുന്നു സംതിങ് ലൈക്ക് ആൾട്ടർനേറ്റ് റോക്ക്. ഈ ത്രാഷ് മെറ്റലിലേക്ക് മാറാനുള്ള ഒരു ഡിസിഷൻ എങ്ങനെയായിരുന്നു? ഏത് പോയിന്റില്ല അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്? അത് ഇറ്റ് വാസ് ഓട്ടോമാറ്റിക് ആക്ച്വലി. ലൈക്ക് ഞങ്ങളുടെ ആദ്യത്തെ 2 സോങ്സ് തന്നെ ഹെവി മെറ്റൽ ആയിരുന്നു. ഓക്കെ. മോർ ലൈക്ക് സൗണ്ടിങ് ലൈക്ക് മോട്ടോർഹെഡ് ആയിരുന്നു. പിന്നെ ആക്ച്വലി ഞങ്ങൾ സിറ്റി ജാം ചെയ്തു. പിന്നെ ഞങ്ങൾ ക്രിപ്റ്റോസിന്റെ ലൈവ് കാണാൻ പോയി. അത് വേപ്പറിലായിരുന്നു. ദാറ്റ് വാസ് ലാസ്റ്റ് ബിഫോർ വാക്കൺ മെറ്റൽ ബാറ്റി. സോ വാച്ചിങ് ദ ക്രിപ്റ്റോസ് ലൈവ് വാസ് എ ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഫോർ us. അപ്പം അവരെ കണ്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഞാനും ബസ്സാണ് ആ ഗിഗ് അറ്റൻഡ് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജാം ചെയ്ത് തുടങ്ങി. പക്ഷേ ഞങ്ങൾക്കുള്ളിൽ തന്നെ നല്ലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. ഫസ്റ്റ് ട്രാക്ക് അത് ഞങ്ങളുടെ ചെയ്താണ് മാസ്റ്റർ ഓഫ് ഡെത്ത്. അപ്പോൾ ഞങ്ങൾക്ക് അത് ചെയ്യുമ്പം ക്രൗഡ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. ബട്ട് ജസ്റ്റ് ഞങ്ങളുടെ സോങ് യു വോണ്ട് അക്സെപ്റ്റ് റിലീസ് ചെയ്ത് മാസ്റ്റർ ഓഫ് ഡെത്ത്. ഈ സോങ് റൈറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ പൊതുവെ എപ്പോഴും വാർ തീമുള്ള ടോപ്പിക്സ് ആണ്. ആന്റി വാർ തീം അതെങ്ങനെയാണ്? വിവേകാണ് സോങ് റൈറ്റർ. വിവേകൻ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ലൈക്ക് വാറിൽ ലോട്ട്സ് ഓഫ് അഗ്രസീവ്നെസ് ഉണ്ട് വാറിൽ. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ സോങ്ങിൽ കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് അത് വലിയൊരു ഇൻഫ്ലുവൻസ് ആണ്. ഈ ബസ് ഒരു ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്, മ്യൂസിക് പ്ലേസ്. അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് ഈ മ്യൂസിക്കിലേക്ക് വന്നപ്പോൾ ഉള്ള സംഭവം എങ്ങനെയായിരുന്നു? ഞങ്ങൾ മ്യൂസിക് കേട്ട് തുടങ്ങിയത് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ തുടങ്ങിയ ഒരു ഹാർഡ് റോക്ക് അതുപോലത്തെ മ്യൂസിക് വെച്ച് തുടങ്ങി. പിന്നെ ഒരു കേൾക്കാൻ തുടങ്ങി. പിന്നെ അത് പതുക്കെ ട്രാൻസ്ഫോംഡ് ആയിട്ട് ഇപ്പോൾ ത്രാഷ് മെറ്റൽ, ആദ്യം സ്ലെയറൊക്കെ കേട്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ക്രിയേറ്റർ എൻ്റെ ആ ഡിഫറൻസ് ഇപ്പോൾ വേറെ ത്രാഷും ട്യൂട്ടോണിക് ത്രാഷും എനിക്ക് കൂടുതൽ ഡെപ്തായിട്ട് തോന്നിയിരിക്കുന്നത് ഈ ട്യൂട്ടോണിക് ത്രാഷാണ്. അപ്പം എനിക്ക് ഓൾമോസ്റ്റ് ഒരു ആപത്തിലോട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. ലിറിക്കലി സോങ് സ്ട്രക്ചറിങ് ആൻഡ് ഓൾ ടുഗെദർ ഒരു നല്ല ഡിഫറൻസ്. ഈ ക്ലാസിക്കൽ മ്യൂസിക് എന്തായിരുന്നു പഠിച്ചത്? നമ്മുടെ കർണാടിക് ആയിരുന്നു. വോക്കൽസ് ആയിരുന്നു. അത് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വല്ലതും അറിയാമോ? ഐ മീൻ വയലിൻ അതേപോലെ അങ്ങനെ എന്തെങ്കിലും? വയലിന് മൃദംഗം അറിയാം. മൃദംഗം അറിയാമോ? ഉണ്ടായപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് ഓൾമോസ്റ്റ് കോമ്പറ്റീഷനൊക്കെ വിട്ട് ഷോസ് അങ്ങനെ ആയിരുന്നു. കൊച്ചിയിൽ ആദ്യമായിട്ട് പ്ലേ ചെയ്യുന്ന ഒരു 2014 ഡിസംബർ TNT ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫെസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞൊരു 1 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് കോൾ വന്നു. അപ്പോൾ ഞങ്ങളുടെ ബവസിയുടെ ശ്രീകാന്ത് പനാമൻ ഞങ്ങളുടെ മാസ്റ്റർ ഓഫ് ഡെത്ത് സിംഗിൾ കയറ്റിട്ട് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ഒരു ഗിഗ് ഉണ്ട്, അങ്ങനെ പ്ലേ ചെയ്യണം, അങ്ങനെ എക്കോസ് ഫ്രം ബിനീത്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് ഔട്ട് സ്റ്റേഷൻ ഗിഗ് ചെയ്യണം. അത് ഭയങ്കര വലിയൊരു ഞങ്ങൾക്കൊരു ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ഇൻ ദ സെൻസ് ഞങ്ങളുടെ ബാൻഡിനെ കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആയി. ജപ്പാനിൽ നിന്നുള്ള ഡെത്ത് മെറ്റൽ ലെജൻഡ്സ് ഡിഫൈൽഡ് എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ടായിരുന്നു, അവർ ഓപ്പൺ ചെയ്തു. പിന്നെ ഒരു സ്റ്റോണർ ഡൂം ബാൻഡ് അവരെ ഓപ്പൺ ചെയ്തു. അതുപോലെ തന്നെ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഔട്ട് സ്റ്റേഷൻ ഗിഗിൽ തന്നെ നമുക്ക് അത്ര ഒരു അണ്ടർഗ്രൗണ്ട് ജയൻസ് ആയി ഡിഫൈൽഡിൻ്റെ കൂടെ പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഇന്ത്യൻ സീനിലെ ഏറ്റവും വലിയ റെവല്യൂഷൻ എന്നാണ് ബാംഗ്ലൂർ ഓപ്പണറിന്റെ തുടക്കം. ഇന്ത്യയിൽ നമ്മുടെ മ്യൂസിക് സ്പ്രെഡ് ചെയ്യുന്ന വെച്ചാൽ അതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ട്. ലൈക്ക് നമ്മുടെ മ്യൂസിക് ശരിക്കും പുറത്തേക്കാണ് ശരിക്കും മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ നമ്മൾ വാക്കൺ മെറ്റൽ ബാൻഡ് സെൻസ് ഇസ് ഗിവിംഗ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ദ ബാൻഡ്സ്. ലൈക്ക് നിങ്ങളുടെ റെക്കോർഡ് ലെവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രാൻസ്ലേറ്റിംഗ് ഒബ്സ്ക്യൂരിറ്റി ആണ്. അപ്പം അതിനെക്കുറിച്ച് അതിന്റെ ഒരു പ്രോസസ് ഒന്ന് പറയാം. നമുക്കൊരു റെക്കോർഡ് ലെവലിൽ വന്നു കഴിഞ്ഞാൽ we didn't expect that actually. എങ്ങനെയായിരുന്നു സംഭവിച്ചത്? അവരുടെ ഓപ്പർച്യൂണിറ്റി എങ്ങനെയായിരുന്നു? No, actually ഞങ്ങൾ സിംഗിൾ ഇറക്കി. സിംഗിൾ ഇറക്കി കഴിഞ്ഞിട്ട് സിംഗിൾ ഓൾമോസ്റ്റ് നല്ല റീച്ച് കിട്ടി. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല ശരിക്കും. സിംഗിൾ എല്ലാവരും നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കുനാൽ ചോസ്കിയ സിംഗിൾ കേട്ടു. ദെൻ ഹി ആസ് കേവോസ് ഗിറ്റാറിസ്റ്റ് നിഖിൽ പാർട്ടു. ഇപ്പം നിഖിലേട്ടനാണ് പറഞ്ഞത് അമോർഫിയ ഗുഡ് ബാൻഡാണ്. അമോർഫിയ ആക്ച്വലി റെക്കമെൻഡ് ചെയ്യുന്ന നിഖിലേട്ടനാണ്. അപ്പം അങ്ങനെയാണ് കുനാൽ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുനാൽ നമ്മുടെ വാക്കൺ മെറ്റൽ ആൽബത്തിന്റെ മേക്കിംഗ് കാര്യങ്ങളൊക്കെയാണ്. സോങ് റൈറ്റിംഗ് ഒക്കെ എങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നു? അതുവരെ
Songwriting, like we have 8 songs almost completely written. We have to polish up that. We are working on our demos, like we are working on demos, creating versions of that. അപ്പം കൂടുതൽ വർക്ക് ചെയ്യാനുണ്ട് സോങ്സിൽ. ദി ബെസ്റ്റ് സോങ്, when we are satisfied with our songs, we will put it out. We be recording in Mumbai. Producer is like Abhishek Valimbi. He is the owner of Foster Black Productions. We have to build our recording standards actually, because it's album. So more quality will be there. Album എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം? ഹാൻഡ്സ് എപ്പോഴത്തേക്ക്? By the end of the year. End of the year. 2016. And the album is called Human Shoes. നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ ഒരു ഡ്രീം എന്താണ്? എങ്ങോട്ടാണ് ബാൻഡിന്റെ ഒരു എയിം എങ്ങനെയാണ്? നിങ്ങളുടെ അടുത്ത കുറച്ച് വർഷത്തെ നിങ്ങളുടെ ഫ്ലോ ലോട്ട്സ് ഓഫ് യൂറോപ്യൻ ടൂർസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ മെയിൻ ആംബിഷൻ, ടു മേക്ക് അവർ മ്യൂസിക് റീച്ച് ഇൻ യൂറോപ്പ്. ഫേസ്ബുക്കിൽ ഇത്ര ആക്റ്റീവായിട്ട് കാണിക്കുന്ന ഫാൻസ് ഒന്നും ഗിഗിന് ടേൺ അപ്പ് ചെയ്യുന്നില്ല. അതാണ് മെയിൻ സീൻ ആക്ച്വലി. ആക്ച്വലി നമുക്കൊരു മെറ്റൽ എന്ന് പറയുന്നത് ഈ കേരളത്തിൽ വെച്ച കുറച്ച് കമ്മ്യൂണിറ്റി കേൾക്കുന്നൊരു ജോണറാണ്. അപ്പോൾ അതിന് മാക്സിമം സപ്പോർട്ട് കേൾക്കുന്നവർ ഗിഗിന് വന്ന് തരണം. ആക്ച്വലി ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും ആയില്ല. ഗിഗിൽ വരണം. ഗിഗിൽ വന്നിട്ട് ബാൻഡ്സിനെ സപ്പോർട്ട് ചെയ്യണം. ബൈ ദിയർ മെർച്ച്, ബൈ ദിയർ CDs, support each and every band. So that is what we have to say, and support the scene, maximum support.